ഏതും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എന്തിന്റെയും പുറകിൽ പറഞ്ഞ വാക്ക് 100% വ്യതിചലിച്ച് ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ ഒരു കാര്യത്തിനും അക്കൗണ്ടബിൾ അല്ലാതെ അവർ നൽകിയ മാൻഡേറ്റിന് നേരെ എന്തു വൃത്തികേടും കാണിക്കുമെന്നുള്ള അവിതർക്കിതമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതിന്റെ കേരളത്തിലെ ട്രാക്ക് റെക്കോർഡ് എന്തായിരുന്നു, അതിന്റെ അനുഭവം എന്തായിരുന്നു? അതാണോ ഇപ്പൊ UDF സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്? പിന്നെ UDF ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വിഷയത്തിന്റെ പേരെ പോലും ഇവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്തായിരുന്നു? ജയിക്ക് തിരിച്ചെത്തുന്നു ഇരുണ്ട കാലം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ CPM പ്രൊഫൈലിൽ മാത്രമല്ല ഇപ്പൊ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അടക്കം എടുത്തൊരു നിലപാട്. അതൊരു സംശയമാണോ അതോ CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ തീർപ്പാണോ? അതൊരു സംശയമാകാൻ തരമില്ല. കാരണം ഇപ്പോൾ അങ്ങയുടെ അവതരണത്തിന്റെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1.5 മാസക്കാലം 40-45 ദിവസം പൂർത്തീകരിക്കപ്പെടുന്നു ഒരു ഗവൺമെന്റിന്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഏകപക്ഷീയമായ ഒരു വിലയിരുത്തൽ, ഒരു അനാലിസിസിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ പലർക്കും വ്യത്യസ്തമായ അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അഭിപ്രായം ഉണ്ടാകും. സാധാരണഗതിയിൽ ഹണിമൂൺ പീരീഡ് എന്നോ അല്ലെങ്കിൽ കൂളിംഗ് ടൈം എന്നോ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത്തരമൊരു സമയം മാത്രമല്ലേ ഉള്ളൂ. ഒരു സർക്കാരിനെ വിലയിരുത്താൻ പര്യാപ്തമായ ഒരു സമയമാണോ എന്ന ചോദ്യം ന്യായമായും പ്രബലമായും ഉയരാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 1.5 മാസക്കാലത്തിനിടയിൽ ഗവൺമെന്റിന്റെ ഭാഗമായി പ്രസിദ്ധീകരിക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഏതു തീരുമാനവും ഏതു പ്രഖ്യാപനവും നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഈ സർക്കാരിന്റെ പോക്ക് അത്യന്തം അപകടപൂർണമായ യൂട്ടേണുകളുടെ യാത്രയല്ല, ഘോഷയാത്രയാണ് എന്ന് ഇതിനോടകം ഏതു സാധാരണക്കാരനായ, ചരിത്രബോധമുള്ള, മറവി ബാധിച്ചിട്ടില്ലാത്ത ഏതു സാധാരണക്കാരനായ മലയാളിക്കും യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് വിലയിരുത്താൻ കഴിയും. അതിന് പര്യാപ്തമാണ് ഈ സമയം. അങ്ങ് ആലോചിച്ചു നോക്കുക. അറബിക്കടലിൽ താഴ്ത്തുമെന്ന് പറഞ്ഞ PM ശ്രീ മുതൽ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ച PMVY പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലോഗോ വരെ, ആരോഗ്യരംഗം മുതൽ അതിവേഗ തീവണ്ടി വരെ, വാഹന മോഡിഫിക്കേഷൻ മുതൽ വന്യജീവി ആക്രമണം വരെ, VC നിയമനം മുതൽ വീര്യം കുറഞ്ഞ മദ്യം വരെ, സെനറ്റിലേക്കുള്ള സംഘപരിവാർ നിയമനം മുതൽ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറായി RSSകാരനെ അരിയിട്ട് വാഴിച്ച് അമ്പലക്കള്ളന്മാരുടെ വക്കീലിനെ സർക്കാർ വക്കീലാക്കിയത് വരെ, ഭാര്യാ സഹോദരന്റെ നിയമനം മുതൽ പിൻവലിച്ചോടേണ്ട വന്ന ഇപ്പോ ഏറ്റവും ഒടുവിൽ ദുരഭിദിഷ്ടമായി ഇന്ന് നിയമിക്കപ്പെട്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരെ ഏതും നിങ്ങൾ പരിശോധിച്ചു നോക്ക്. എന്തിന്റെയും പുറകിൽ പറഞ്ഞ വാക്ക് 100% വ്യതിചലിച്ച് ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞ ഒരു കാര്യത്തിനും അക്കൗണ്ടബിൾ അല്ലാതെ അവർ നൽകിയ മാൻഡേറ്റിന് നേരെ എന്തു വൃത്തികേടും കാണിക്കുമെന്നുള്ള അവിതർക്കിതമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സർക്കാരിൽ നിന്നുണ്ടായിട്ടുള്ളത്. നിങ്ങൾ എവിടെയും പരിശോധിക്കുക. അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാനിപ്പോൾ എല്ലാത്തരം വിശദാംശങ്ങളിലേക്ക് ഒന്നും കടക്കാൻ പോകുന്നില്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പ്രിയദർശിനി പദ്ധതിയെ സംബന്ധിച്ച് പറഞ്ഞു, സ്വാഗതാർഹമാണ്, സ്വീകാര്യമാണ്, തർക്കമേതുമില്ല. പക്ഷെ പ്രിയദർശിനി പദ്ധതിയുടെ മറവിൽ 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് മാസാമാസം ലഭിച്ചുകൊണ്ടിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ നിങ്ങൾ അവസാനിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിൽ അദ്ദേഹം പെൻഷൻ മുടങ്ങാതെ കൊടുത്തതിനെ സംബന്ധിച്ച് പറഞ്ഞു, നല്ല കാര്യം. കഴിഞ്ഞ ഒരു 15 കാലയളവ് 1.5 വർഷക്കാലം പെൻഷൻ മുടങ്ങിയ UDF-ന്റെ ഇരുണ്ട കാലയളവിൽ നിന്നും മുടക്കാതെ പെൻഷൻ വീട്ടുമുറ്റത്തെത്തിച്ച LDF കാലം കഴിഞ്ഞ 15 കാലയളവിന്റെ ബെഞ്ച് മാർക്കാണ്. അത് നിങ്ങൾ തുടരുന്നു, നല്ലത്. LDF-ന്റെ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾ തുടരുന്നത് ആശ്വാസകരമാണ്. പക്ഷേ എത്രയോ മാസങ്ങളായി നമ്മളുടെ തീരപ്രദേശങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ഞമാസത്തിന്റെ കാലമാണ്. മത്സ്യത്തൊഴിലാളികളുടെ സമാശ്വാസം നിങ്ങൾ മുടക്കിയിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? കോൺഗ്രസിന്റെ നേതാവെന്ന് പലപ്പോഴും നിങ്ങൾ മെയിനടിക്കാറുള്ള ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള സർവകലാശാലയിൽ RSSന്റെ ഒരു നേതാവ് വൈസ് ചാൻസലർ പദവി അലങ്കരിച്ചിരിക്കുന്നു. ഗാന്ധി സർവകലാശാലയുടെ സെനറ്റിൽ ഗോഡ്സെ ഭക്തന്മാരായ 19 പേർ തിരികെ കയറിയിരിക്കുന്നു. എന്തേ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു ചോദ്യവും ഒരു പ്രതികരണവുമില്ല? ഗവർണർ ഇന്നയോളം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തെ വിളിച്ച് RSSകാരനായ ഗവർണർ അതിന് അനുരൂപമായ ഒരു യോഗം നടത്തുന്നു, സമാന്തര ഭരണം നടത്തുന്നു. പ്രതികരിച്ചില്ലല്ലോ, നാവ് ചലിച്ചു കണ്ടില്ലല്ലോ. അന്തസ്സുള്ള കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിന്റെയും ഗവർണർ വിളിച്ചുകൂട്ടി എന്ന് മാത്രമാണോ? ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാർഷിക സർവകലാശാലയിലും MG സർവകലാശാലയിലും അടക്കം RSSന്റെ ഔദാര്യം പറ്റി VC പദവിയിൽ കയറിയിരിക്കുന്ന ആളുകളെ ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ രൂപീകരിക്കുന്നു. അവരെ വെച്ച് വീണ്ടും സമാന്തര ഭരണം നടത്താൻ തീരുമാനിക്കുന്നു. എവിടെ പോയി നിങ്ങളുടെ തണ്ടും വിവേകവും ധൈര്യവും ഒക്കെ? ഇതായിരുന്നില്ലല്ലോ നിങ്ങൾ കഴിഞ്ഞ കാലയളവിൽ ഇത്രയും കാലം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അറബിക്കടലിൽ മുക്കിത്താഴ്ത്തുമെന്ന് പറഞ്ഞത് PMCയെ എടുത്തുകൊണ്ടുവന്ന് ഇപ്പൊ വിശുദ്ധ PMC ആക്കി. എന്റെ ക്യാപ്റ്റൻ അബയൻസ് എന്ന് എഴുതി കൊടുക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചപ്പോൾ കാണിച്ച ഒരു ധൈര്യം നിങ്ങൾക്ക് എന്തേ കോൺഗ്രസ് ഇപ്പോൾ ഇല്ലാതെ പോകുന്നു? പ്രധാനമന്ത്രിയുടെ എംബ്ലം വെക്കണം പോലും അല്ലെ, PMVY പദ്ധതിയുടെ എംബ്ലം വെക്കണം. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 5 ലക്ഷം ഭവനരഹിതർ, അതിൽ കോൺഗ്രസ് ഉണ്ട്, ഇടതുപക്ഷമുണ്ട്, RSS ഉണ്ട്, ലീഗ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ ഒറ്റയൊരാളുടെയും വീടിന്റെ മുമ്പിൽ ഒരു പൊന്നുതമ്പുരാന്റെയും പേരും ലോഗോയും കേരളം വെച്ചിട്ടില്ല. അതിനുവേണ്ടി കേരളം യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴോ
ഇപ്പോൾ അങ്ങനെ ഒരു എംബ്ലം വെച്ചാൽ എന്താണ് കുഴപ്പം? കാരണം എന്താണ്? ഞങ്ങളുടെ കാലയളവിൽ മനുഷ്യന്മാരുടെ ആത്മാഭിമാനവും അന്തസ്സും ഇടിഞ്ഞു പോയാൽ ഇടിഞ്ഞു പൊക്കൊള്ളട്ടെ. ഇതല്ലേ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്? കഴിഞ്ഞ 45 ദിവസക്കാലത്തിനിടയിൽ നിങ്ങൾ എങ്ങനെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ ആരായിരുന്നു? അമ്പരക്കള്ളന്മാരുടെ വക്കീലിനെ സർക്കാർ വക്കീലാക്കിയില്ലേ? ഒടുവിൽ കയ്യോടുകൂടെ പിടിക്കപ്പെട്ടപ്പോൾ രാജിവെച്ചതിന് പോകേണ്ടതായിട്ട് വന്നിട്ടില്ലേ? അതിന്റെ തുടക്ക സമയത്തുണ്ടായിരുന്നു റവന്യൂ മന്ത്രിയുടെ ഭാര്യ സഹോദരനെ ശ്രീ ജെയ്ക്സി തോമസ്, ഇപ്പം അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു വിവാദം ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള എൻ ശേഷാദ്രിനാഥന്റെ നിയമനമാണ്. ഇന്നിപ്പോൾ KPCC ജനറൽ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് UDF വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പരസ്യമായി മുന്നറിയിപ്പ് നൽകുന്നു. ഈ ശേഷാദ്രിനാഥന്റെ നിയമനം പിൻവലിക്കണം എന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന് പ്രതിപക്ഷത്തിന് ആവശ്യമുണ്ടായിരുന്നോ? അതിനോടുള്ള വിയോജിപ്പുണ്ടെന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. രാഷ്ട്രീയത്തിന്റെ അന്തസത്തയോട് ചേർന്ന് നിൽക്കുന്നതല്ല. അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിലേക്ക് ഉടനെ വരുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇതിനോടകം നിങ്ങൾ അതില് നിലപാടെടുത്തു, തുടങ്ങി സമാനമായ എല്ലാറ്റും നിലപാടെടുത്തു. ഇപ്പോൾ ബെന്നി തോമസ് അദ്ദേഹം ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാളല്ല, പക്ഷേ സ്വന്തം അത്ര ബന്ധമുള്ള ഒരാളുടെ വകുപ്പിൽ വന്നത് മാത്രമല്ലോ. അല്ലാത്ത പക്ഷം ബെന്നി തോമസിന് ഒരു പേഴ്സണൽ സ്റ്റാഫിൽ വരാൻ യാതൊരു അയോഗ്യതയുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിവില്ല. അതിൽ നിങ്ങൾ നിലപാടെടുത്തു. ഈ ശേഷാദ്രിനാഥൻ ഇപ്പോൾ നോക്കൂ, ഈ BJP സർക്കാർ എന്തിനാണ് ശ്രമിക്കുന്നത്? 2029 തന്നെ പറ്റിയാൽ പൊതു തെരഞ്ഞെടുപ്പും അതിനൊപ്പം സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അവർ ആഗ്രഹം. നടക്കുമെന്നറിയില്ല. പക്ഷേ അതിനനുസരിച്ച് ഡീലിമിറ്റേഷൻ നടത്തുന്ന ഒരു നിർണായക ഘട്ടത്തിലാണ് എൻ ശേഷാദ്രിനാഥൻ എന്ന നോൺ RSS ഫേസ് ഈ പദവിയിലേക്ക് വരുന്നതെന്നുള്ളതാണല്ലോ. നിങ്ങൾ അങ്ങനെ കട്ടയ്ക്ക് എതിർത്തായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല, ഉണ്ടെങ്കിൽ അങ്ങ് ഓർമ്മപ്പെടുത്തുക. അങ്ങ് ഈ പറഞ്ഞു പോയ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് സംഖ്യയായിട്ടുള്ള എൻ ശേഷാദ്രിനാഥിനെ പിൻവലിക്കണം എന്ന് കാണാത്തതെന്നുള്ള എൻ്റെ സംശയം ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് ഔദ്യോഗിക നിലപാട് LDF ഞാനല്ല പറയേണ്ടത്, അത് ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യ മുന്നണിയുടെ സെക്രട്ടേറിയറ്റും ഒക്കെയാണ്. അവർ അത്തരം ഒരു സമീപനം എല്ലാം ചേർത്താണ് അങ്ങ് ഈ UDF പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിലപാടെടുക്കാത്തൊരു വിഷയമാണ്. ഞങ്ങൾ നിലപാടെടുക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിപ്പോൾ ഈ ചർച്ചയുടെ സ്പോണ്ടേനിയസ് ആയ ഒരു ഘട്ടത്തിൽ പറയാൻ ഞാൻ ആളല്ല. അത് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺമാർ വേറെയാണ്. പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് എന്താണ്? അങ്ങേക്ക് മനസ്സിലാവാഞ്ഞിട്ടുമല്ല. ഈ സൂചിപ്പിച്ചത് RSS പശ്ചാത്തലമുള്ള നേതാക്കന്മാർ, RSS പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തിൽപ്പെട്ട ആളുകൾ തുടരെ സർക്കാരിനായി നിയതമായി നിയമിക്കപ്പെട്ടിട്ടുള്ള പല കീ പോസ്റ്റുകളും വരുന്നു. അത് നിഷ്കളങ്കമായി വരുന്നതാണോ? ഞങ്ങളുടെ അഭിപ്രായം അങ്ങ് മുഖവിലക്കെടുക്കേണ്ട. കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിയുടെ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നയാൾ ഔദ്യോഗികമായി പരാതി പറഞ്ഞില്ലേ? ഇതിനെ തള്ളിക്കളയാൻ രംഗത്ത് വന്നില്ലേ? അതിന്റെ തുടർച്ചയിൽ KPCC മുൻ പ്രസിഡന്റായിരുന്ന VM സുധീരൻ ഈ സർക്കാരിന്റെ ആവശ്യമില്ലേ എന്ന് ഞാൻ അതിശയിച്ചു പോയി. അത്രേ ഉള്ളൂ. ശരി, അങ്ങ് പറയുന്ന പോലെ പാർട്ടി ഒരു ഘട്ടത്തിൽ നിലപാടെടുക്കട്ടെ. എന്റെ സംശയം ശ്രീ ജയ്ക്ക്, നമുക്ക് 1-2 പോയിന്റോടെ പറഞ്ഞ ശ്രീ ജോർജിലേക്ക് പൊടിപാറയിലേക്ക്. അതിനു മുമ്പ് ശ്രീ ജയ്ക്ക്, ഇപ്പൊ ഈ എല്ലാ ബസ്സിലും കൊടുത്തില്ല എന്നുള്ളത് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ ഏറ്റെടുത്ത ഒന്ന്, കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വലിയ സഹായമായ ഒന്നാണ് ഈ 2 ആഴ്ചയിലേറെ നടപ്പാക്കി കൊണ്ടിരിക്കുന്ന പ്രിയദർശിനി പദ്ധതി എന്നതിൽ ഒരു എതിർപ്പ്, ഒരു സംശയം CPM-ന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അതിനെ സംബന്ധിച്ച നിലപാട് പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മറവിൽ ഇവർ ചെയ്തത് എന്താണ്? 18 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു ഏടായി തുടങ്ങിയിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് എന്താണ് ഇവരുടെ സമീപനം? ഈ ജൂൺ 15 നടപ്പായി തുടങ്ങി. നിങ്ങൾ അങ്ങ് സംസാരിച്ചു തുടങ്ങിയപ്പോഴും പറഞ്ഞത് ഇവിടെ നൽകിക്കൊണ്ടിരുന്നല്ല, നൽകി തുടങ്ങിയ എന്നുള്ളതാണ് ഫാക്ച്വൽ റിപ്ലൈ. എന്ന് വെച്ചാൽ ഒക്ടോബർ 29, 2025 ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രഖ്യാപിക്കുകയും ലോക്കൽ ബോഡി കഴിഞ്ഞു, നവംബർ, ഡിസംബർ, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി അവസാനം മാത്രം നടപ്പാക്കുകയും മാർച്ചിൽ ആദ്യ ഗഡു കൊടുക്കുകയും ചെയ്ത ഒരു പദ്ധതിയാണ്. നടപ്പാക്കി തുടങ്ങിയെന്നേ പറയാൻ പറ്റൂ. നടപ്പാക്കി തുടങ്ങിയെന്ന് വെച്ചാൽ അതിന്റെ ഗുണഭോക്താക്കളുടെ പേര് രജിസ്റ്റർ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതാണ്ട് 18 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആ തുക വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയല്ലേ ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഘട്ടം പിന്നിടുന്നത്? അങ്ങനെയല്ലേ? അപ്പോൾ ആ ഘട്ടം പിന്നിട്ടു. അങ്ങനെ ഘട്ടം പിന്നിട്ട് ഒരു വിവാദം ഇതിനകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. കാരണം ഈ ഗുണഭോക്താക്കളുടെ പട്ടിക മുഴുവൻ CPM പാർട്ടി ഓഫീസ് കൊടുത്താന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് സ്പാർക്ക് വഴിയാണ് തദ്ദേശ വകുപ്പിൽ എന്ന് അതിന് മറുപടി വന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ പദ്ധതി ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പരിശോധിക്കാനുണ്ടെന്നേ പറഞ്ഞുള്ളൂ. അത് സ്വാഭാവികമല്ലേ? കാരണം നിങ്ങളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാമെങ്കിലും അത് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് കൊടുത്ത് ഇതും കൂടി ആയിട്ട് വോട്ട് തിരിച്ചു കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് കൊടുത്തു പോയതാണ്. അല്ലാതെ 2022, 2023, 2024 പോലും നടപ്പാക്കിയൊന്നല്ല. പോട്ടെ, 2025 പോലും നടപ്പാക്കിയൊന്നല്ല.
ഇല്ല, അങ്ങേക്ക് അതിനെ സംബന്ധിച്ച് അങ്ങയുടേതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം. അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് താനും, ഇരിക്കട്ടെ. പക്ഷേ നമുക്കറിയാം കേരളത്തിലെ പ്രമുഖ മാധ്യമ അതല്ല അങ്ങ് അതിനെ സംബന്ധിച്ചൊരു അഭിപ്രായ പ്രകടനം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത് കൊടുത്തു തുടങ്ങിയെന്നൊരു അഭിപ്രായം അങ്ങ് പറഞ്ഞു. അതിനോട് അത് അങ്ങയുടെ ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കാം. പക്ഷേ എനിക്ക് അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. അങ്ങനെ ആയിരുന്നില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൊടുത്തൊരു പ്രഖ്യാപനമായിരുന്നു അത്. അങ്ങനെയായിരുന്നോ? അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പ്രകടന പത്രികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളൊന്നായിരുന്നു. മാർച്ചിൽ നടപ്പാക്കി അതിനെന്താ ശ്രീ ജയ്ക്ക് അങ്ങ് പറയുക? UDF അങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്ത് പറയും? അതിന്റെ ദീർഘമായ മറുപടിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പോകാം. എനിക്കും അങ്ങേക്കും അപരിചിതമായ അറിയാൻ കഴിയാത്തൊരു വസ്തുതയല്ല കേരളത്തിന് നേരിടേണ്ട വന്ന സാമ്പത്തിക ഉപരോധം എന്തായിരുന്നു എന്നുള്ളത്. കേരളത്തിലെ എത്രയോ പുറത്തു കടന്നോ? ഈ നോട്ടടിക്കുന്ന മെഷീനായിട്ടൊന്നല്ലോ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. കള്ളനോട്ടടിച്ചിട്ടൊന്നല്ലോ വന്നത്. ഇതേ സാമ്പത്തിക അവസ്ഥയിലല്ലേ? ആ സാമ്പത്തിക അവസ്ഥയിൽ ഈ ഓർഡിനറി വിഭാഗത്തിൽ മുഴുവൻ സൗജന്യ യാത്ര എന്നുള്ളത് ചെറിയ കാര്യമാണോ? നിങ്ങൾ അത് എന്തടിസ്ഥാനത്തിലാണ് അപ്പോൾ എല്ലാ ബസ്സിലും കൊടുത്തില്ല? അത് അങ്ങനെ പറയുന്നു സാമ്പത്തിക അടിത്തറ എന്താണെന്ന്. ആ സാമ്പത്തിക അടിത്തറയ്ക്ക് ഇത്ര തന്നെ കൊടുക്കാവുന്ന ശേഷി കേരളത്തിലുണ്ടോ? അപ്പോ ഇനി അങ്ങയുടെ ചോദ്യം പൂർത്തീകരിച്ചു എന്നാണ് കരുതുന്നത്. ഇനി അങ്ങ് എന്റെ മറുപടിയിൽ ഇടപെടാതിരിക്കാനുള്ള ഒരു മര്യാദ അങ്ങയിൽ നീ പ്രതീക്ഷിക്കുകയാണ്. സംബന്ധിച്ച് പറഞ്ഞു കേരളത്തിലെ എത്രയോ പത്രമാധ്യമങ്ങൾ പ്രവാചക സദൃശ്യമായി കേരളത്തിലെ എത്രയോ പ്രമുഖ പത്രമാധ്യമങ്ങളിൽ പ്രവാചക സദൃശ്യമായ കഴിവുള്ള പത്രക്കാർ എത്രയോ തവണ എഴുതി ഈ മാർച്ച് മാസം ട്രഷറി പൂട്ടും, അടുത്ത മാസം ട്രഷറി ഇല്ലാതാകും, ശമ്പളം മുടങ്ങും, പെൻഷൻ ഇല്ലാതാകും. ഇല്ലേ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പർവ്വതതുല്യമായ സാമ്പത്തിക യുദ്ധത്തെ നേരിടേണ്ട വന്നിട്ടും കേരളത്തിന് അത്തരം അവസ്ഥയുണ്ടായോ? ഇല്ല എന്ന് മാത്രമല്ല 2025-26 വരുമ്പോഴോ കേരളം ടേക്ക് ഓഫിലേക്കാണ്, സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കാണ്. ഈ വർഷം മാത്രം യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് അധികമായി ലഭിക്കാൻ പോകുന്ന തുക എത്രയാണ്? 10,000 കോടിയിലധികം വരുന്ന യൂണിയൻ ഗവൺമെന്റിന്റെ വിഹിതം ഈ വർഷം മാത്രം നമുക്ക് അധികമായി ലഭിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പം ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. പ്രിയദർശിനി പദ്ധതിയെ ഞങ്ങൾ സ്വീകരിക്കുന്നു, എതിർക്കുന്നില്ല. പക്ഷേ അതിനോടുള്ള വിയോജിപ്പ് എന്താണ്? ആ പദ്ധതിയുടെ പേര് പറഞ്ഞ് 18 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ ഉണ്ടായിരുന്ന, അതിനേക്കാൾ വലിയ ഭീമമായ സാമ്പത്തിക ചെലവ് വരുന്ന, അവർക്ക് വലിയ സഹായകമായിരുന്ന ഒരു പദ്ധതിയെ നടപ്പിലാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ UDFന്റെ മന്ത്രിസഭാംഗങ്ങൾ നേതാക്കന്മാർ പറയുന്നില്ല. ആ ന്യായമായ വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ആ PM സ്ത്രീ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോഴോ അത് ഇങ്ങനെ സ്വരൂപിച്ചതാണോ? ഈ നിലയിൽ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ചതാണോ? അല്ലല്ലോ. അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ പറയാം, ഇപ്പൊ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ വെച്ചിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന സംഭവ വികാസം ഉണ്ടായില്ലേ? അത് തെറ്റാണ്. പക്ഷെ അത് ആ ഒറ്റപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് UDF അധികാരത്തിൽ വന്നു പെൻഷൻ എല്ലാം കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഓഫീസിൽ നിന്നാണ് വിതരണം ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പറയുമോ? ഞങ്ങൾ പറയില്ല. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരം നുണകൾ നിരന്തരമായി ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു അനിഷ്ടകരമായ യാഥാർത്ഥ്യമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അത് അദ്ദേഹം തിരുത്തണമെന്നുള്ളത് മാത്രമാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മദ്യത്തിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വർധനവിന്റെ കാര്യത്തിൽ എന്നാണ് 3 വർഷത്തിലധികമായി ആ ഫയൽ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. തൊടാൻ ധൈര്യപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും എന്താ ഇദ്ദേഹം അധികാരം ഏറ്റെടുത്ത് 2 മണിക്കൂറിനുള്ളിൽ ആ ഫയൽ ജീവൻ ധൈര്യപ്പെട്ടില്ല ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നതൊക്കെ വസ്തുതാ വിരുദ്ധമാണ്. അങ്ങ് ആ ഫയലൊക്കെ അതിന്റെ ആ പേപ്പറുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ എക്സൈസ് കമ്മീഷണർ, അന്നത്തെ എക്സൈസ് കമ്മീഷണർ എഴുതി ഇത് ഇവിടെ മദ്യത്തിന്റെ വ്യാപനത്തിന്, കുട്ടികളടക്കം മദ്യത്തിന് ആക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് വേറെ മാർഗ്ഗങ്ങളുണ്ട്, ഇത് തടയേണ്ടതില്ല എന്ന് എഴുതിയ മറ്റ് വകുപ്പിന്റെ ഒക്കെ രേഖകളൊക്കെ പുറത്തു വന്നാണെന്നേ കഴിഞ്ഞ 10 വർഷം. അതുകൊണ്ട് ആ 10 വർഷം ഏതെങ്കിലും ഒച്ച വേഗത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലിന്റെ അടിയിൽ ഉറങ്ങുമെന്നായിരുന്നില്ല ആ ഫയൽ. അതിലെല്ലാം നടപ്പായി അല്ലെങ്കിൽ എന്താ കൃത്യമായി ചലിച്ച ഒരു ഘട്ടം തന്നെയാണ്. അതുകൊണ്ട് ധൈര്യപ്പെട്ടില്ല ഉദ്യോഗസ്ഥനൊന്നും പറയരുത്, അത് ഫാക്ച്വൽ അല്ല. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം ശ്രീജയ്ക്ക്. അല്ലല്ല, എനിക്ക് അക്കാര്യത്തിൽ അങ്ങോട്ട് വിയോജിപ്പുണ്ട്. അങ്ങ് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നു എന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അങ്ങ് സ്വജീവൻ വെച്ചു നല്ല ജീവസുറ്റ യാത്ര നടത്തിയെന്ന് അങ്ങ് പറഞ്ഞ ഫയല് ഏതെങ്കിലും ഘട്ടത്തിൽ നികുതി കുറച്ച് വീര്യം കുറഞ്ഞ കള്ള് വെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായി എടുത്ത് കേരളത്തിൽ LDF നടപ്പിലാക്കിയോ? ഈ പഴങ്ങളൊന്നും അല്ലെന്നേ. പഴങ്ങളാ നിങ്ങളുടെ നയമെങ്കിൽ പിന്നെ നിങ്ങൾ ഈ എന്താണ് ഈ പ്രോജക്റ്റുമായി വന്ന കമ്പനിയോട് പറയണം ഞങ്ങൾക്ക് പഴത്തുനിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം വേണ്ടു, ഈ പ്രപ്പോസൽ ഇല്ലാന്ന്. പിന്നെ എന്തിനാണ് പല വകുപ്പുകളിലൂടെ ഈ ഫയൽ എഴുത്തൊക്കെ പോയത്? അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ തലയിൽ വെക്കാനാണോ?
പ്രപ്പോസലൊക്കെ പല കമ്പനികളും സമർപ്പിക്കത്തില്ലേ? അങ്ങനെ എത്ര കമ്പനികൾ ഇപ്പൊ മുമ്പൊരിക്കൽ ദേശീയ എന്തിനാണ് ഗെയിംസ് അത് ഫയലാകുന്നത്? കേരളത്തിൽ പല നിങ്ങൾക്ക് ഈ പഴത്തിൽ നിന്നുള്ള മാത്രമേ നിങ്ങളുടെ നയമുള്ളൂ എങ്കിൽ കേരളത്തിലെ ഒറ്റ സ്പിരിറ്റിൽ നിന്നുള്ള ഈ പറഞ്ഞ നിങ്ങളുടെ ഫയലായി വിവിധ മന്ത്രാലയങ്ങളുടെ ഉള്ളിലൂടെ സഞ്ചരിക്കണം. നമുക്ക് തുടർന്ന് സംസാരിക്കാം, അടുത്ത റൗണ്ട് സംസാരിക്കാം. ശ്രീ ജെയ്ക്സി തോമസ് മറ്റു രണ്ട് പാനലിസ്റ്റുകൾക്ക് മറുപടിക്കുള്ള സമയമാണ്. സാന്ദർഭികമായിട്ട് ഇപ്പോൾ PM ശ്രീ വാർത്തയിലുണ്ട്. PM ശ്രീ മന്ത്രിസഭ ഉപസമിതി യോഗം ചേർന്നു. അവർ രേഖകൾ വീണ്ടും പഠിക്കും, സംസ്ഥാന താല്പര്യം സംരക്ഷിച്ച് പദ്ധതി നടപ്പാക്കാൻ പറ്റുമോ എന്ന് പരിശോധിക്കും. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും യോഗം ചേരും. അതായത് നിങ്ങളൊരു കമ്മിറ്റിയെ പ്രഖ്യാപിച്ച് നടപ്പാകുകയെ അവരൊന്നും ഇരിക്കുക പോലും ചെയ്യാതിരുന്നൊരു കമ്മിറ്റി, UDF സർക്കാരിന്റെ കാലത്ത് ഒരു കമ്മിറ്റി വരുന്നു മന്ത്രിസഭാ ഉപസമിതി, അവരത് ആലോചിക്കുന്നു. വ്യത്യാസമുണ്ട് രണ്ട് സർക്കാരുകളുടെ സമീപനത്തിൽ. തീർച്ചയായിട്ടും ആ വ്യത്യാസത്തെക്കുറിച്ചാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ദീർഘസമയം എടുത്തുകൊണ്ട് സംസാരിച്ചത്. അറബിക്കടലിൽ എഴുതിത്തള്ളുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് അറിഞ്ഞില്ല എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകൻ കൂടെയാണ്. പക്ഷേ അദ്ദേഹത്തിന് MOU എന്ന് പറയുന്നത് ആരാലും തൊടാൻ കഴിയാത്ത, ആർക്കാലും അവസാനിപ്പിക്കാനാകാത്ത ഒരു അസാധാരണ വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആണെന്നൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വന്നിരുന്നത് പറഞ്ഞത്. അപ്പോൾ ഇരിക്കട്ടെ, ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് വരാം. എന്തായാലും ഈ ചർച്ചയുടെ പാനൽ ബഹുഗംഭീരമായി. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഒരു വേള സംശയം തോന്നിയിട്ടുണ്ടാകും. നമ്മുടെ അതിശയിപ്പിക്കുന്ന നിഷ്പക്ഷത അഭിപ്രായങ്ങളിൽ പുലർത്തിയ ബഹുമാനിയായ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയപ്പോൾ താൻ പിന്നെ എന്തിനാണ് ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്ന സ്വാഭാവികമായ ഒരു ചിന്ത ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് വന്നിട്ടുണ്ടാകണം. കാരണം അതിശയിപ്പിക്കുന്ന ആ മാതിരി നിഷ്പക്ഷതയായിരുന്നു ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ അഭിപ്രായങ്ങൾ അത്രയും മുഴച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സർക്കാരിന്റെ 45 ദിവസത്തെ സംബന്ധിച്ചേ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു കൺസേണുകളും, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ന് ഒരു ചർച്ചയിൽ എങ്ങനെ ഒരു അസാധാരണ രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ളവരെ പങ്കെടുക്കുമോ അതേ രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോഴും പങ്കെടുക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് തോൽവി ഞങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചതും അംഗീകരിച്ചതുമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ വിനയാനുത്തമായ മനസ്സോടുകൂടെ നിന്ന് അതിൽ നിന്ന് തിരികെ വരാനുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലും സമരങ്ങളിലും ഒക്കെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും. അതുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ച ആ എണ്ണമറ്റ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അങ്ങ് തിരിച്ചറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അങ്ങ് അദ്ദേഹം പലതവണ ആവർത്തിച്ച് ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. തലയടിച്ച് പൊട്ടിച്ചില്ലേ എന്നൊക്കെ അങ്ങ് സ്വാഭാവികമായി തന്നെ അങ്ങ് വികാര വായ്പോടുകൂടെ വിലപിക്കുന്നത് കണ്ടോ? ആ വിലാപമൊക്കെ സ്വീകാര്യമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്, ഒന്നും തള്ളിക്കളയേണ്ടതല്ല. പക്ഷെ അങ്ങ് മനസ്സിലാക്കേണ്ടത് ഞങ്ങളുടെ സർക്കാരിന്റെ സമയത്ത് ഒരാളും 11 വയസ്സുള്ള ആദിവാസി പയ്യനെ വെടിവെച്ച് കൊന്നുകളഞ്ഞിട്ട് പോലീസ് സംയമനത്തോടുകൂടെ പ്രവർത്തിച്ചു എന്ന ധിക്കാരമില്ലാത്ത, ധാർഷ്ട്യമില്ലാത്ത ആ കോൺഗ്രസ് ഭാഷ്യം ഒരിടതുപക്ഷക്കാരനും പറഞ്ഞിട്ടില്ല കേട്ടോ. സമരം ചെയ്ത് കരിങ്കൊടിയും മാത്രമായിട്ട് സമരം ചെയ്യാമെന്ന 6 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നിട്ട് അവരുടെ മൃതദേഹങ്ങൾക്ക് നേരെ നോക്കി ചിരിച്ച ആ കരാളഹസ്തമുണ്ടല്ലോ, ധാർഷ്ട്യവും ധിക്കാരവും ഇല്ലാത്ത, മാനവികത തുളമ്പുന്ന ആ കോൺഗ്രസിന്റെ ചിരി, ആ ചിരി കേരളത്തിൽ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ നേതാക്കന്മാർക്കും ഒരു CPM-ന്റെ മുഖ്യമന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാക്കന്മാർക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒട്ടും ധിക്കാരവും ധാർഷ്ട്യവും ഇല്ലാതെ ഈ ഒരു തെരഞ്ഞെടുപ്പാനന്തരം ഈ കോട്ടയം ജില്ലയിലെ DCC ഓഫീസിൽ വെച്ചിട്ട് മൈക്കിന് വേണ്ടി തമ്മിലടിച്ച 2 നേതാക്കന്മാരുണ്ടായിരുന്നു. ഒരാൾ KPCCയുടെ പ്രസിഡന്റാണ്, ഒരാൾ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്. അവർ തമ്മിൽ സ്വീകരിച്ച പരസ്പര ബഹുമാനത്തിന്റെ ധിക്കാരവും ധാർഷ്ട്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരുമാതിരി പ്രയോഗവും കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. വാർത്താ സമ്മേളനം നടത്താൻ പ്രതിപക്ഷ നേതാവ് എത്താൻ 1 മിനിറ്റ് വൈകിയപ്പോ അന്നത്തെ KPCC പ്രസിഡന്റ് ധിക്കാരവും ഇപ്പോഴത്തെ വിഷയങ്ങളിലല്ലോ. അല്ല, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോളട്ടെ. ധിക്കാരവും ധാർഷ്ട്യവുമാണുള്ള പലരുടെയും ചോദ്യത്തിൽ ഉയർന്നു വന്നത്. അപ്പൊ ഒട്ടും ധിക്കാരവും അല്ല, ശ്രീ ഷഫീർ പ്ലീസ്. അല്ല, ഇതൊരു മര്യാദയല്ലല്ലോ. ഒരു സെക്കൻഡ് ശ്രീ ഷഫീർ പ്ലീസ്. ശ്രീ ജയിക്കിന്റെ കൂടെയാണ്. സോറി ശ്രീ ജയ്ക്ക് പറയൂ. അപ്പോ കോൺഗ്രസ് ഓഫീസിൽ പരസ്പരം ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും അന്നത്തെ KPCC പ്രസിഡന്റ് സ്നേഹനിർഭരമായി ധിക്കാരവും ധാർഷ്ട്യവും ഒട്ടുമില്ലാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ വിളിച്ച പ്രയോഗം ഒരു ഇടതുപക്ഷക്കാരുടെ വായിൽ നിന്ന് നിങ്ങൾ എന്തായാലും കേൾക്കാൻ സാധ്യതയില്ല. ഇരിക്കട്ടെ. പിന്നെ അതിനുശേഷമോ എത്രയോ വിമർശനങ്ങൾ, കാമ്പുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സർക്കാർ സ്വീകരിച്ച സമീപനങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ മുതൽ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കൾ മുതലുള്ള കാര്യങ്ങൾ എത്രയോ ഇവിടെ വിശദീകരിച്ചു. ഒന്നിനെ സംബന്ധിച്ചും ബഹുമാനിയായ നമ്മുടെ സഹപാനലിസ്റ്റ് അസാധാരണമായ കൺസേണോടുകൂടി അഭിപ്രായം പറഞ്ഞു കേട്ടില്ല. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കുമ്പോഴോ അദ്ദേഹം പിന്നെ നാടകീയമായി ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് മിടുക്കനാണ്. എനിക്ക് തോന്നുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി നുണകൾക്ക് സത്യത്തിന്റെ ആവരണം നൽകി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളും പറയുകയാണ്. ഞാൻ ചോദിച്ച ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അങ്ങ് വസ്തുതാപരമായ ഒരു പ്രതികരണം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? സർവകലാശാല നിയമനത്തെ സംബന്ധിച്ച് ആരോഗ്യരംഗത്ത് മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിച്ച് 100 ആളുകൾ മലയാളികൾ മരിച്ചു വീഴുന്നതിനെ സംബന്ധിച്ച് 6 ദിവസം കൊണ്ട് 7 ആളുകൾ മരണപ്പെട്ടതിനെ സംബന്ധിച്ച് കൊടുക്കാതെ പോയ 15 ലക്ഷം രൂപയിലധികം കോമ്പൻസേഷനെ സംബന്ധിച്ച് അതിന്റെ ഒരു സെക്കൻഡ്
ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്യാനാണ്. നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുകയോ ഏത് ആരോഗ്യ പ്രശ്നം കൊണ്ട്? പനിമരണത്തിന്റെ ഔദ്യോഗിക കണക്ക് ഇതുവരെ നമ്മളുടെ മുമ്പിൽ വന്നിട്ടില്ലല്ലോ. പല മാധ്യമങ്ങളും പല കണക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എലിപ്പനി, ഡെങ്കിപ്പനി, ഷിഗില്ല, നിപ്പ ഇങ്ങനെ തുടർച്ചയിൽ മഹാവ്യാധികളുടെ കാലമായിരുന്നല്ലോ നമുക്ക് മുമ്പിലൂടെ കടന്നുപോയത്. സിസ്റ്റമിക് എററിനെ സംബന്ധിച്ച് ഇന്ന് പോലും ഒരാൾ മരിച്ചില്ലേ? മുമ്പായിരുന്നെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു സമീപനം എന്തായിരുന്നു? മരുന്ന് മാറിക്കൊടുത്തതിനെ തുടർന്ന് നാദാപുരം ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്ന ഒരു വൃദ്ധർ ഇന്ന് മരിച്ചു. ഏതെങ്കിലും മാധ്യമങ്ങൾ വാർത്തയായിട്ടുണ്ടോ? എന്ത് മാറ്റത്തിനുള്ള സമയമാണ് ഈ ഒരു മാസം കൊണ്ട് ഒരു പുതിയ സർക്കാരിന് കിട്ടിയിട്ടുണ്ടാവുക? ഈ ആരോഗ്യ മേഖല മുഴുവൻ അലങ്കോലപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ബ്ലെയിം UDF സർക്കാരിന് മേൽ വെക്കാൻ എന്തെങ്കിലും ധാർമ്മിക അവകാശം LDF-നുണ്ടോ? അതിനുള്ള സമയമായോ? നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവം വെച്ചിട്ടാണ് ഞങ്ങൾ പറയുക. ഞങ്ങളുടെ സമയത്ത് ഇത്തരം പകർച്ചവ്യാധികളോട് ഞങ്ങൾ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അതിന്റെ കേരളത്തിലെ ട്രാക്ക് റെക്കോർഡ് എന്തായിരുന്നു? അതിന്റെ അനുഭവം എന്തായിരുന്നു? അതാണോ ഇപ്പൊ UDF-ന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്? പിന്നെ UDF ഗവൺമെന്റിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട വിഷയത്തിന്റെ പേരെ പോലും ഇവർ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്തായിരുന്നു? അത് ഓർക്കുന്നില്ലേ? അപ്പൊ അവർ സ്വീകരിച്ച സമീപനം കൊണ്ട് അവരെ അളന്നാൽ അത് തെറ്റാണോ? അവർ വിധിക്കുന്ന വിധിയാൽ അവർ വിധിക്കപ്പെട്ടാൽ അത് തെറ്റാണോ? അവർ അളക്കുന്ന അളവ് കുറഞ്ഞാൽ അവർ അളക്കപ്പെട്ടാൽ അത് തെറ്റാണോ? അങ്ങനെ തെറ്റാണെന്ന് ആർക്ക് പറയാൻ പറ്റും? അങ്ങനെ തെറ്റാണെന്ന് ആർക്ക് പറഞ്ഞാലും ആ വർത്തമാനത്തിനും കീഴടങ്ങാൻ ഞങ്ങൾക്ക് ഈ സമീപനമായിരുന്നില്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലയളവ് കേരളത്തിലെ ഗവൺമെന്റിനെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്.